ഇന്ന് 2024 മെയ് മാസം 4-ാം തീയതി ശനിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് KSEBയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പാണ്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിൽ തീരുന്നില്ല. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സർചാർജും കൊടുക്കേണ്ടി വരും. നിലവിൽ 9 പൈസ സർചാർജ് ഈടാക്കുന്നതിന് പുറമെ 10 പൈസ കൂടി സർചാർജായി മെയ് മാസത്തിൽ ബില്ലിൽ ഈടാക്കാനാണ് തീരുമാനം. ഇതോടെ 19 പൈസ സർചാർജായി ഈടാക്കും. മാർച്ചിലെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുന്നത്. ഇന്നലെ മുതൽ സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. നിയന്ത്രണത്തിൽ ജനത്തിന് എതിർപ്പുണ്ടെങ്കിലും ഉപഭോഗം കുറഞ്ഞെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇന്നലെ 200 മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപയോഗം കുറഞ്ഞു എന്നാണ് കണക്ക്. 10 മിനിറ്റോ അതല്ലെങ്കിൽ 15 മിനിറ്റോ മാത്രം വൈദ്യുതി നിയന്ത്രിക്കാനാണ് നിലവിലെ തീരുമാനം. 2 ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം നിയന്ത്രണം തുടരണമോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കും. ബുധനാഴ്ചയോടെ മഴ മെച്ചപ്പെടാനുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും വകുപ്പിന് ആശ്വാസമാണ്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, ഈ വർഷം ജൂൺ മാസം 3-ന് സ്കൂളുകൾ തുറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ജൂൺ 3-ന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. അതിന് മുന്നോടിയായി സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കണം. അറ്റകുറ്റപ്പണികൾ നടത്തണം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം. ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സുകളൊക്കെ മാറ്റണം. സ്കൂളുകളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ, വൈദ്യുതി കമ്പികൾ എന്നിവ ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, കൊടും ചൂടിൽ ഉരുകുന്ന കേരളത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. സംസ്ഥാനത്ത് ചൂടേറിയതും അസ്വസ്ഥയേറിയതുമായ അന്തരീക്ഷ സ്ഥിതി തുടരും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും. തിങ്കളാഴ്ച വരെ മുന്നറിയിപ്പ് തുടരും. പാലക്കാട് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രി താപനില മുന്നറിയിപ്പും കാലാവസ്ഥാ വിദഗ്ധർ നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസം കാരണം കേരള തമിഴ്നാട് തീരത്ത് പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരപ്രദേശത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും നാളെ 5/5/2024 രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. നാലാമതായി ഇന്നത്തെ സ്വർണ്ണനിരക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു. നേരിയ വർധനവാണുണ്ടായത്. ഇന്ന് 80 രൂപയാണ് പവന് കൂടിയത്. ഇന്നലെ ഒരു പവന് 400 രൂപ കുറഞ്ഞിരുന്നു. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വിപണി വില 52,680 രൂപയാണ്. ഈ ആഴ്ച മുഴുവൻ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയാണ്. ബുധനാഴ്ച 80 രൂപ പവന് കുറഞ്ഞിരുന്നു. വ്യാഴാഴ്ച 560 രൂപ ഉയർന്നു. ഇന്നലെ വീണ്ടും ഇത് 400 രൂപയാണ് ഇടിവുണ്ടായത്.